അപ്പോൾ എന്താണ് മെച്ചന്മാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാറ്റ് GPT കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി അതെന്താണെന്നും അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതിനെക്കുറിച്ച് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും അതാണ് ഏത് ഏജിലുള്ളവർക്കും ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതിനകത്ത് വന്ന് അകന്ന് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ലീവ് ലെറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാത്സ് ഒരു എന്തായാലും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം വന്നാൽ അതൊന്ന് അറിയണം. അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു വാട്സപ്പ് നമ്പറാണ് അപ്പോൾ നമ്മൾ വെക്കുന്നത്. അപ്പം കുറേ പേര് വാട്സപ്പ് എന്ന് വയ്ക്കുമ്പോഴേക്കും സെക്യൂരിറ്റി കാണത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റയുടെ അങ്ങനെയൊക്കെ പ്രശ്നം കാണുമെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല, നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പം 100% സെക്യൂർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ചാറ്റ് GPT എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയാം ഇതെന്താ പെയ്ഡായിട്ടും അല്ലെങ്കിൽ ടൈം ലിമിറ്റൊക്കെ ആണ്. ഇതിനങ്ങനെ ടൈം ലിമിറ്റോ പെയ്ഡോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് 100% തന്നെ ഫ്രീ ആയിട്ട് തന്നെ സെക്യൂർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട ഇതിനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാറ്റ് GPT നോക്കാം. അപ്പോൾ ഇതാണ് ചാറ്റ് GPTയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിപ്പോൾ ഇതിന് ഒന്ന് മെസ്സേജ് ഇടുമ്പം അതിൻ്റെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി, അതിനകത്തൊന്ന് ജോയിൻ ചെയ്യണം, എന്നാലേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കമ്മ്യൂണിറ്റി വെച്ചാൽ വെറുതെ മെസ്സേജ് വരുന്ന അങ്ങനെയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വരത്തുള്ളൂ, അല്ലാതെ വേണ്ടാത്ത മെസ്സേജ് അങ്ങനെ അയച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. അത് കണക്ക് തന്നെ ഇതിൻ്റെ വെർഷൻ എന്ന് പറയുമ്പം 3.5 ആണ്. ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് വെർഷനിൽ എന്നാലും നല്ല യൂസേജൊക്കെ ഉള്ളൊരു വെർഷൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്കിപ്പം ചാറ്റ് GPT വെച്ച് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് മതി, HTML കോഡ് ഫോർ ക്രിയേറ്റ് എ വെബ്സൈറ്റ്. അതൊന്നും ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അതിനാവശ്യമായിട്ടുള്ള കോഡ് കാര്യങ്ങൾ സംഭവം എല്ലാം നമുക്കിത് സെറ്റാക്കി തരുന്നതാണ്. കണ്ടില്ലേ, ഒരു HTML കോഡ്സ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള HTML കോഡ്സും കാര്യങ്ങളും സംഭവം എല്ലാമാണിത്. കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയായിട്ടാണ് അയക്കുന്നത്. ഇനി ഇപ്പം നമുക്കൊരിപ്പോൾ ലീവ് ലെറ്റർ വേണമെന്ന് വിചാരിച്ചോ. അപ്പം ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പം ലീവ് ലെറ്റർ അങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഇതിനകത്ത് വന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടോപ്പ് ടൈറ്റിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലീവ് ലെറ്ററിന് വേണ്ടിയുള്ള അതും ചെയ്തു തരുന്നതാണ് ഇത് തന്നെ. കണ്ടില്ലേ, ഇപ്പം ലീവ് ലെറ്ററിനുള്ളതും വന്നിട്ടുണ്ട്. അപ്പം AI-യെക്കുറിച്ച് കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് അറിയത്തില്ല. അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പം ഗേൾസിനൊക്കെ ആണെങ്കിൽ നല്ലൊരു യൂസേജുള്ള കാര്യങ്ങളാണ്. അപ്പം വേണ്ടാത്ത ഓരോ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ചെന്ന് ഞങ്ങൾ ചാടുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പം നമുക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പം പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു യൂസേജുള്ള കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ AI എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം AI വെച്ച് വീഡിയോ ചെയ്യാം, AI വെച്ച് മണി ഏൺ ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം, ക്യാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഇതിനെക്കുറിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ വെച്ചേക്കാം, അത് വെച്ച് നിങ്ങൾക്ക് കയറി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പാം ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം ഓട്ടോമാറ്റിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതങ്ങ് നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്പാമോ കാര്യമൊന്നും ചെയ്യാൻ നിൽക്കലും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, അത് എടുത്തുകൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മളെ ഡൗൺലോഡിങ് ഗ്രൂപ്പുണ്ട്. ഇതാണ് തന്നെ അതും കംപ്ലീറ്റ്ലി ബോട്ട് ഗ്രൂപ്പാണ്. അപ്പം നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഇട്ടാൽ മതി. അപ്പം ഡൗൺലോഡ് ആക്കി തരുന്നതാണ്. അതാണ് തന്നെ ഫോട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക്, യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ആക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക്, ഇപ്പോൾ ഒരു സോങ് എടുക്കണം, അപ്പം അത് വീഡിയോയ്ക്കകത്താണെങ്കിൽ ആ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അത് ചെയ്താൽ മതി. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഈ ബോട്ടിൻ്റെ നമ്പറും ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, ആവശ്യമുള്ളവർ അതുവഴി എടുത്തോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത എന്തെങ്കിലും ഒരു കിടിലൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ്.